ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സുസ്മിത എന്നാണ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് MD കായ ചികിത്സ ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരത്ത് നിന്നാണ്. എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്തത് VPSV ആയുർവേദ കോളേജ് കോട്ടയ്ക്കൽ നിന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ അഭിമാനത്തോടു കൂടിയുമാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കായ ചികിത്സ അസിസ്റ്റന്റ് പ്രൊഫസർ PVSC എക്സാമിൽ എനിക്ക് 1ാം റാങ്ക് നേടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എല്ലാവിധ അറിവുകളും പകർന്നു തന്നിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ദ്രോണയിലുള്ള ടീച്ചേഴ്സിനും പിന്നെ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ എല്ലാവിധ സപ്പോർട്ടും തന്നിട്ടുള്ള സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. വിജയത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം സർവേശ്വരന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും MOPSC എക്സാമിന്റെ അവസാനഘട്ടം പ്രിപ്പറേഷനിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കായ ചികിത്സ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നതിനോടുകൂടി തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം ടൈമിലുള്ള മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് OMR ടെസ്റ്റ് ആയിട്ടായിരിക്കും എക്സാം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും OMR ഷീറ്റിൽ എക്സാം എഴുതിയിട്ട് ശീലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ടെസ്റ്റിൽ നമുക്ക് ഒരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് മൾട്ടിപ്പിൾ ടൈംസ് നമുക്കത് തിരുത്താനുള്ള അവസരമുണ്ട്. എന്നാൽ OMR ഷീറ്റിൽ നമ്മൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തെറ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, OMR ഷീറ്റിൽ എഴുതി ശീലിക്കുക. പിന്നെ പറയാനുള്ളത് PSCയുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം മറക്കാതെ തന്നെ ചെയ്ത് പഠിക്കുക. എല്ലാം ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന കോർ ഏരിയാസ് എല്ലാം വിട്ടുപോകാതെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ PSC എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൽ ഏതൊക്കെ പോയിന്റ്സ് പഠിക്കണം എന്നൊക്കെ പോയിന്റ് ചെയ്തിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇപ്പോൾ ഉള്ള PSC എക്സാമിന്റെ സിലബസ് എല്ലാം ഒരുവിധം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള 3 PSCകളുണ്ട്. അതിൽ 2 PSC എക്സാമിലും ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ആ ഒരു സിലബസ് പോയിന്റ്സിലും അത് കവിഞ്ഞ് വേറൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സിലബസിലുള്ള പോയിന്റ്സ് കറക്റ്റായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പഠിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ വലിച്ചു വാരി ഒരുപാട് കാര്യങ്ങളൊന്നും പഠിച്ച സമയം കളയാണ്ട് ഈ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഇപ്പോൾ ഉള്ള ഇനിയിപ്പോൾ 21 ദിവസമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം മാറ്റി വെച്ചിട്ട് 10, 9 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 2 റിവിഷൻ നടത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇതിന് ദിവസത്തിന് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ 10 ദിവസം നിങ്ങൾക്ക് ഏറ്റവും പാടുള്ളതും അതുപോലെ തന്നെ എല്ലാ സിലബസ് പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും ഒന്ന് ഓടിച്ച് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. പിന്നെ ഇപ്പോൾ കവർ ചെയ്ത് തീരാത്ത പോയിന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ കവർ ചെയ്തതാണെങ്കിൽ കൂടി ചില പോയിന്റ്സ് നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെ തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾ ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഒരു പോയിന്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ പേജ് മടക്കിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടോ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പിന്നീട് തലേദിവസം നമുക്ക് ഇത്രയും 10-35 നോട്ട് ഉള്ളതിൽ വെച്ചിട്ട് നമുക്കത് ഏത് ചാപ്റ്ററിൽ ഏതാണ് നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം കൂടി വായിക്കേണ്ടതെന്ന് നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ അത് ഒന്ന് മടക്കി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പോയിന്റർ വെച്ച് പോയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യുക. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം റിവിഷന് നിങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത് എനിക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ കറക്റ്റായിട്ട് സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പഠിക്കുക. പിന്നെ എക്സാം ടൈമിലുള്ള മനസാന്നിധ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ സക്സസ്സിൽ. അതുകൊണ്ട് തന്നെ ഈ മനസാന്നിധ്യം കുറച്ചും കൂടി കോൺസെൻട്രേഷനും എല്ലാം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ മെഡിറ്റേഷൻസ്, ചെറിയ എക്സസൈസ് എല്ലാം ശീലിക്കുക. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ വളരെയധികം നല്ലതാണ്.
അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് എനർജി ഡൗൺ ആയി തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്യാം. എനിക്ക് ഒന്നാമത് പറയാനുള്ളത് അതാണ്. പിന്നെ എക്സാം ഹാളിൽ എത്തിയിട്ട് നമ്മൾ ചെറിയതായിട്ട് പ്രാണായാമം, അതുപോലെ തന്നെ ടെൻഷൻ കുറയ്ക്കുന്ന എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമോ അതൊക്കെ ഒന്ന് ചെയ്ത് ശീലിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ കഴിഞ്ഞ മെഡിക്കൽ ഓഫീസർ PSC MO എക്സാം എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയാം. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ട് സോൾവ് ചെയ്തിരുന്നു. പക്ഷെ എന്നിൽ കൂടി പലതവണ റിവൈസ് ചെയ്തു എങ്കിൽ കൂടി പക്ഷെ എനിക്ക് ആ എക്സാം ഹാളിലെത്തിയിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് എനിക്ക് മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. എന്തൊക്കെയാണ് അന്ന് GK കൂടെ ഉണ്ടായിരുന്നു. ഈ മെഡിക്കൽ ഓഫീസർ എക്സാമിൽ GKയുടെ 20 ക്വസ്റ്റ്യൻസും 80 ക്വസ്റ്റ്യൻസ് നമ്മുടെ ആയുർവേദമായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കതൊന്നും എന്താ പറയുക, എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ തലയിലൊരു പുക പോലെ ആയിപ്പോയി എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ എത്ര തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിലും എത്ര ഇതാണെങ്കിലും നമ്മളുടെ എക്സാം ടൈമിലുള്ള ആ ഒരു മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, എക്സാം ഹാളിൽ എത്തിയിട്ട് നമ്മൾ അതും ഇതൊന്നും കാട്ടിക്കൂട്ടാതെ നമുക്ക് അറിയുന്ന കാര്യം ഒരിക്കലും നമ്മൾ തെറ്റാൻ പാടില്ല. നമ്മൾ എല്ലാവരും ശരിയാക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രമായിട്ട് ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. അപ്പം നമ്മൾ റാങ്ക് പുറകോട്ടായി പോകും. അതുപോലെ തന്നെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ അത് എല്ലാവർക്കും അറിയാത്തത് തന്നെയാണ്. നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുക. പിന്നെ കറക്റ്റ് ബാക്കി എക്സാം ടെക്നിക്സ് ഒക്കെ സാർമാർ ഒരുവിധം പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമുക്ക് 50% ഓപ്ഷൻസ് അറിയുന്നത് നമ്മളത് കുത്തുക. പിന്നെ 4 ഓപ്ഷൻസും നമുക്ക് തീരെ അറിയില്ലെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 50% അറിയുന്നത് എന്തായാലും അത് വിടാതെ എഴുതുക. അതുപോലെ തന്നെ 4 ഓപ്ഷൻസും അറിയുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യുന്നതാണ് കൂടുതൽ ബുദ്ധി. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ആദ്യം 3 തവണ സാർമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മൾ 3 റൗണ്ട് ആ ക്വസ്റ്റ്യൻസ് കൂടി പോകുമല്ലോ. അപ്പോൾ അതിൽ 3ാമത്തെ റൗണ്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ നമ്മൾ അറിയാണ്ട് വിട്ട് കളഞ്ഞ 4 ഓപ്ഷൻസ് അറിയാണ്ട് കളയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നും. അപ്പം നമുക്കത് കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക. 4 ഓപ്ഷൻസ് അറിയാത്തതാണെങ്കിൽ നമ്മൾ അധികം എഴുതാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ അവസാനം വരെ നമ്മൾ നന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വിജയം നമുക്കുള്ളത് തന്നെ ആയിരിക്കും. പിന്നെ എപ്പോഴും ഒന്ന് രാവിലെ എണീച്ച് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുക, നമ്മൾ മെഡിക്കൽ ഓഫീസറായിട്ട് ചെയറിലിരുന്ന പേഷ്യൻസിനെ നമ്മൾ നോക്കുന്നതായിട്ട് സങ്കല്പിച്ച ദിവസവും ആ സീറ്റ് നമ്മൾ സ്വപ്നം കാണുക. ആ സീറ്റ് നമുക്കുള്ളത് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മുടെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടു പോവില്ല. അത് എന്തായാലും നിങ്ങൾക്കുള്ള വിജയമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരാളും ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തിട്ട് ജയിക്കുന്നവരായിരിക്കില്ല. മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സിൽ കൂടെ തന്നെയായിരിക്കും ഒരാൾ സക്സസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്തിയിട്ടുണ്ടാവുക. ഈ പറയുന്ന ഞാനും ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഓരോ എക്സാമായിട്ട് എഴുതിയിട്ട് നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പലതവണ ഡിപ്രഷൻ ഫേസിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ഇനി എന്താണ് പഠിച്ചിട്ട് കാര്യം, ഇനി എന്തിനാണ് മുമ്പോട്ട് പഠിക്കുന്നതെന്ന് വരെ പലവട്ടവും തോന്നിയിട്ടുണ്ട്. പക്ഷെ മനസ്സിലെപ്പോഴൊക്കെയോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വെറുതെ ആയി പോവില്ല. കൊച്ചിൻ ധർമ്മ, കൊച്ചി ധർത്ത, കൊച്ചിൻ മൈത്രി, കൊച്ചിത് യശഃ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലാലോചിക്കും. അത് തന്നെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും സ്വയം വിശ്വസിക്കുക, നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. വിജയം എന്തായാലും നിങ്ങൾക്കുള്ളത് തന്നെയായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്